ഞങ്ങൾ എന്തെങ്കിലും രോഗലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനോട് ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായുള്ളവരെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഇനി അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പിന്നോക്കമായിട്ട് ആണെങ്കിൽ ഞങ്ങളോട് ഈ ട്രസ്റ്റുമായിട്ട് ഈ ആത്മജീവൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൺസെഷൻ ലഭിക്കാൻമായിരിക്ക് ആ ഹോസ്പിറ്റലുകളിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്ത് വിടാറുണ്ട്. ക്യാൻസർ എന്ന മഹാവ്യാധി ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ക്യാൻസർ വന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനും മാത്രമേ ഇതിന്റെ ഭവിഷ്യത്ത് പൂർണ്ണമായ തോതിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. അതിനാൽ ഇത് പ്രതിരോധിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കപ്രശ്ശേരി സംഘടിപ്പിച്ച എക്സിബിഷനും ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ശ്രദ്ധേയമായി. ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി കപ്രശ്ശേരിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അകപ്പറമ്പ് സെന്റ് ഗർവാസീസ് പള്ളിയിൽ നടന്ന ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ്, അകപ്പറമ്പ് പള്ളി വികാരി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാൻസർ രോഗിയാണെന്ന് നിങ്ങൾ അറിയാതിരിക്കുകയാണോ? അല്ലെങ്കിൽ ക്യാൻസർ വരുവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടോ? ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അതിനെ നേരിടേണ്ടത്? എന്തൊക്കെയാണ് ഫലപ്രദമായ ആധുനിക ചികിത്സാ രീതികൾ? ക്യാൻസർ വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ എന്തെല്ലാമാണ്? ഇവയെ എല്ലാത്തിനെക്കുറിച്ചും സമഗ്രവും വിശദവുമായ ചർച്ചകളും ക്യാമ്പിൽ നടന്നു. പേരൊന്ന് പറയൂ. ആനി അഗസ്റ്റിൻ, എവിടെയാണ് വീട്? കപ്രശ്ശേരി. എന്താണ് ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാവോ? ഇത് ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ട്രസ്റ്റാണ്. ഇത് 15 വർഷമായിട്ട് ചാരിറ്റി മാത്രമാണ്. ചാരിറ്റി എന്ന് വെച്ചാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും, അതുപോലെ കുറച്ച് നാളുകളായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഐബ്രസ്റ്റ് എക്സാമിനേഷൻ ഡിവൈസിലൂടെ ഓരോ ദേവാലയങ്ങളും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് സിംറ്റംസ് ഉള്ള പേഷ്യൻറ്റിന്, അല്ലെങ്കിൽ ഇത്തിരി ഏജ് 40 വയസ്സിലേറെയുള്ള ഓരോ പേഷ്യൻസിനും ഫ്രീ ആയിട്ട് ഐബ്രസ്റ്റ് എക്സാമിനേഷൻ ഉപയോഗിച്ച് മാമോഗ്രാം പോലെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്തു കൊടുക്കുന്നു. എത്ര ട്രീറ്റ്മെന്റിൽ, നിങ്ങളുടെ കൂടെ ട്രീറ്റ്മെന്റിൽ എത്ര പേഷ്യന്റ് ഉണ്ട്? എത്ര പേഷ്യൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ എത്ര പേഷ്യൻ്റ് ഉണ്ടോയെന്നാണോ ചോദിക്കുന്നത്? അത് ഓരോ ദേവാലയത്തെ അടിസ്ഥാനമായി. ദേവാലയ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ ട്രസ്റ്റ് നടത്തുന്നത്? ദേവാലയം മാത്രമല്ല, മറ്റ് പൊതുസ്ഥാപനങ്ങളും അതിനുവേണ്ടി പഞ്ചായത്തുകൾ അങ്ങനെയൊക്കെ ക്രമീകരിച്ച് ചെയ്യാറുണ്ട് അവരുടെ നേതൃത്വത്തിൽ. ഇപ്പൊ ഇവിടെ ടെസ്റ്റ് നടക്കണ്ടോ? ഇവിടെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇത് അകപ്പറമ്പ് ഗർവാസീസ് പ്രോത്താസീസ് ദേവാലയത്തിൽ ഇന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു ബോധവൽക്കരണ ക്ലാസ്സും മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം ഞങ്ങളുടെ ഈ ഐബ്രസ്റ്റ് എക്സാമിനേഷനും കൂടി നടത്തുന്നു. ഇവിടെ ക്യാൻസറുള്ള എത്ര പേര് വന്നിട്ടുണ്ട് അറിയാമോ? ക്യാൻസർ അല്ല, ശരിക്കും ഇത് സ്ഥാന ആരോഗ്യ നിർണയ ക്യാമ്പാണ്. അപ്പോൾ അതിൽ എന്ത് ഉണ്ടെങ്കിലും, ഇപ്പം എല്ലാ മുഴകളും അതുപോലെയുള്ള എല്ലാ സിംറ്റംസും ക്യാൻസർ ആവണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള പേഷ്യൻറ്റിന് പ്രത്യേകമായിട്ട് മുൻഗണന കൊടുത്ത് തന്നെ ഞങ്ങൾ അതല്ലാതെയും മറ്റുള്ള പേഷ്യൻസിനും അതുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുവാനായിട്ട്, എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ള രോഗികളെ മുൻപേ തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് ഈ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നു. ട്രസ്റ്റിന്റെ പേരെന്ന് പറയും. ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി, കപ്രശ്ശേരി. ഫസ്റ്റ് നിങ്ങളുടെ നിർണയ ക്യാമ്പ് നടന്നത് എത്ര വർഷം മുമ്പാണ്? ഒരു 1-1.5 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഈ ക്യാൻസറിനോട് ഈ ഐബ്രസ്റ്റ് എക്സാം ഉപയോഗിച്ച് ഉള്ള ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പ് നടന്നത് കപ്രശ്ശേരി ദേവാലയത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു 25ഓളം പേഷ്യൻറ്റിനെ ഞങ്ങൾ ആ രോഗനിർണയ ക്യാമ്പിൽ ഉൾപ്പെടുത്തി. അതിൽ ഒരു പേഷ്യൻറ്റിന് രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഈ ഐബ്രസ്റ്റ് എക്സാമിൽ പോസിറ്റീവായിട്ട് കാണിച്ചിട്ട് റെഫർ ചെയ്തായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അത് മാലിഗ്നൻ്റ് ആയിരുന്നു, ക്യാൻസർ ആയിരുന്നു. ആ രോഗിയാണെങ്കിൽ ഒരു 52 അത്രയും ഏജ് കാണുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞ് നോർമലായിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു.
അത് ഏർലി സ്റ്റേജിൽ തന്നെ ഈ ഐബ്രസ്റ്റ് എക്സാം ഡിവൈസ് കൊണ്ട് അത് പെട്ടത് കൊണ്ടാണ് അങ്ങനെ വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ആ ജോലിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പൊ സാധിച്ചു. ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 3 മക്കളുണ്ട്. ഇളയ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് മാസത്തിലാണോ വർഷത്തിലാണോ ഇങ്ങനെ നിർണയ ക്യാമ്പുകൾ നടത്തുന്നത്? നിർണയ ക്യാമ്പ് ഇപ്പോൾ ഞങ്ങൾ ടോട്ടൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു 10ാമത്തെ ക്യാമ്പാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ട്രസ്റ്റിന്റെ കീഴിൽ എത്ര രോഗികളെ നിർണയിച്ചിട്ടുണ്ട്? രോ- ഏകദേശം പറഞ്ഞോ. ഒരു ദിവസത്തെ ക്യാമ്പിൽ ഞങ്ങൾക്ക് ഒരു 50 പേഷ്യൻറ്റോളം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ പേഷ്യൻസ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു 50 പേഷ്യൻ്റ് മാക്സിമം ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുള്ളൂ. അതിൽ നിന്ന് മിക്കവാറും ക്യാമ്പുകളിൽ പോസിറ്റീവ് കേസസ് 1 2 കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഈ മിഷനൊക്കെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് തന്നെ? മെഷീൻ ഞങ്ങളിത് ഒത്തിരി ഈ ക്യാൻസർ ഇതുപോലെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒരു മെഷീൻ ഒത്തിരി സഹായകമാകുമെന്നുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഒത്തിരി പ്രസ്ഥാനങ്ങളും അതുപോലെ ഇടവകകൾ, പുറത്ത് ജോലി ചെയ്യുന്ന മക്കൾ, ഇവരുടെ എല്ലാം സഹായം ആവശ്യപ്പെട്ടു. അവരിൽ നിന്നെല്ലാം പണം കളക്ട് ചെയ്താണ് ഈ മെഷീൻ, ഇത്ര വില കൂടിയ ഈ മെഷീൻ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായത്. ഇത് യൂസ്ഫുൾ ആയിരുന്നോ? അതായത് എത്ര രോഗികളെ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടുണ്ട് അനുഭവത്തിൽ? ഇതൊത്തിരി യൂസ്ഫുള്ളാണ്. ഇത് യൂസ്ഫുൾ എന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർ മിക്കവാറും എന്ത് രോഗലക്ഷണം കണ്ടാലും ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ മടിക്കുന്നവരാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അവർക്കുള്ള ഭയം കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് നല്ല ബോധവൽക്കരണ ക്ലാസ്സും അതോടൊപ്പം ഈ ക്യാമ്പും നടത്തി പോകുന്നത് കൊണ്ട് ഒത്തിരി പേരെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ്, ഈ മെഷീൻ വെച്ച് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും ഹോസ്പിറ്റലുകളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിച്ച് അവർ ആരോഗ്യവതികളായിട്ട് തന്നെ നോർമലായിട്ട് അവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഈ രോഗിയെ നിങ്ങൾ എന്താ ചെയ്യാറ്? ഞങ്ങൾ എന്തെങ്കിലും രോഗലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനോട് ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായുള്ളവരെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ഇനി അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പിന്നോക്കമായിട്ട് ആണെങ്കിൽ ഞങ്ങളോട് ഈ ട്രസ്റ്റുമായിട്ട് ഈ ആത്മജീവൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സുണ്ട്, അവരുടെ സ്ഥാപനങ്ങളുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൺസെഷൻ ലഭിക്കാൻമായിരിക്കും ആ ഹോസ്പിറ്റലുകളിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്ത് വിടാറുണ്ട്. ശരി. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ സംഖ്യ ക്യാൻസർ രോഗികളാവുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്യാൻസർ രോഗം ഇത്ര കൂടാൻ കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം ഒന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. മറ്റുള്ള ക്യാൻസറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഇത് പുറത്തുള്ളൊരു അവയവമായതുകൊണ്ട് അതിലുള്ള രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ രോഗിയെ ഒരു 95-100% വരെ ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായും ഭേദപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും.